കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ഇറങ്ങിയപ്പോൾ കഞ്ഞിപ്പുരയ്ക്ക് തൊട്ടു മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. മനോജ് ചേരുന്നു. മനോജ്, ഈ ലൈൻ കമ്പി നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്, ഒരാവശ്യവുമില്ലാതെയാണ് അതിന് തൊട്ട് താഴെ ഇത്തരത്തിലുള്ളൊരു ഷീറ്റ് നിർമ്മിച്ചത് എന്നാണ് നമ്മളോട് പ്രതികരിച്ച പ്രദേശവാസി വ്യക്തമാക്കിയത്. ഒരു ചെറിയ സൈക്കിൾ സ്റ്റാൻഡ് മാതിരിയായിരുന്നു അതവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് മാത്രമല്ല, ഈ സ്കൂൾ പ്രധാന കെട്ടിടത്തിന്റെ കൈവരിയിൽ നിന്ന് ഇതിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തക്ക രീതിയിലായിരുന്നു. അങ്ങനെ അത്തരത്തിൽ കൈവരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഇറങ്ങിയാൽ കൃത്യമായി ദേഹത്ത് സ്പർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കൈകൾ കൊണ്ട് തൊടാവുന്ന തരത്തിലായിരുന്നു ഈ വൈദ്യുതി കമ്പികൾ താഴ്ന്നു കിടന്നിരുന്നത്. ഇത് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടതാണ്, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അവരൊന്നും ഇത് കാര്യമായി കൂട്ടാക്കിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ശരിക്കും അതുതന്നെയല്ലേ വസ്തുത? ഇത് ഉദാസീനമായൊരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെയല്ലേ ഇത്ര വലിയൊരു അപകടം ഉണ്ടായത്? നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ, അതായത് ഒരു കുട്ടിക്ക് കയറാൻ പാകത്തിന് ആ മേൽക്കൂര, അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടന്നു. അവിടെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടി അതിലേക്ക് കയറിയപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇവരുടെ അധികൃതരുടെയൊക്കെ അനാസ്ഥ കാരണം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തി. ഏതായാലും ഈ സ്കൂളുകളിലേക്ക് ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ സുരക്ഷ നോക്കാനോ അവിടെയുള്ള അധികൃതർ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സംഭവം 13 വയസ്സുള്ള മിഥുനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് സംഭവം ഉണ്ടായത്. കുട്ടി സ്കൂളിലേക്ക് എത്തി കൂട്ടുകാരുമായി കളിക്കുന്നതിനിടയിലാണ് കുട്ടിയുടെ ചെരുപ്പ് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പോകുന്നത്. ഈ മുകളിലേക്ക് പോകുമ്പോൾ കുട്ടി തന്റെ ചെരുപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് കയറുന്നത്. പക്ഷേ കുട്ടിക്ക് ഈ ഷോക്ക് ഏൽക്കുകയായിരുന്നു ഈ വൈദ്യുത ലൈനുകളിൽ നിന്ന് തന്നെ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് വളരെയധികം അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഈ ലൈൻ കമ്പികൾ, ഈ വൈദ്യുതി ലൈനുകൾ ഈ മേൽക്കൂരയ്ക്ക് സമീപത്തുകൂടെ ഇങ്ങനെ കിടക്കുന്നത്. അതിലേക്കാണ് ഈ കുട്ടി കയറിയപ്പോൾ അതിലാണ് ഈ സ്പർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഒരു കുട്ടിക്ക് ഷോക്ക്. ശരി മനോജ്, തുടരുക. മനോജിലേക്ക് എത്താം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. രാജീവ് പ്രസാദ്, എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂടുതൽ പറയുന്ന വെച്ചാൽ ഇത് സ്കൂളിന്റെ അനാവസ്ഥയാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഷീറ്റിന്റെ മുകളിൽ കൂടിയാണ് ഈ ലൈൻ വലിച്ചേക്കുന്നത്. അത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് മേടിച്ചുകൊണ്ട്, അതേപോലെ തന്നെ KCBയുടെ ഭാഗത്തുനിന്ന് മേടിച്ചുകൊണ്ട്. കാരണം ഇങ്ങനെ സ്കൂൾ കുട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ കേബിൾ വഴിയാണ് കണക്ഷനൊക്കെ കൊടുക്കേണ്ടത്. അപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് നല്ല സ്കൂളിന്റെ അനധികൃതയുടെയും അതേപോലെ തന്നെ KCBയുടെയും വീഴ്ചയാണ് ഇന്ന് ഇത്തരത്തിലൊരു മരണം സംഭവിക്കാൻ കാരണം. ശ്രീമതി രാജീവ് പ്രസാദ്, ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവർ പലതവണ ഈ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അധികൃതർ വേണ്ട ഗൗരവത്തിൽ എടുത്തില്ല ഈ വിഷയം എന്നും ആരോപണം ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ PTA-യും അതേപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികൾ അടക്കമുള്ളവർ പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പരിഹാര നടപടികൾ ഉണ്ടായില്ല. നമുക്കറിയാം, നേരത്തെ ഇതേപോലെ തന്നെ നമ്മുടെ ശ്രീബുദ്ധ സ്കൂളിലും ഇത്തരത്തിലൊരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് അന്ന് ഈ സംഭവം നടന്നത്. ഇപ്പം വീണ്ടും ഇത്തരത്തിലുള്ളൊരു ദാരുണ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അവരുടെ അനാവസ്ഥ മൂലം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്, ആ കുട്ടി മരിക്കാനിടയായത്. അതെ ശ്രീമതി രാജീവ് പ്രസാദ്, അതോടൊപ്പം ഇത് KSEB ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം കൂടിയാണ്. കാരണം ഈ സ്കൂൾ കെട്ടിടത്തിന് അടുത്തുകൂടി ഇത്തരത്തിൽ വൈദ്യുതി കമ്പികൾ ഇങ്ങനെ വളരെ താഴ്ന്നു തന്നെയാണ് കിടന്നിരുന്നത്. എന്നിട്ടും ഇത് വകവയ്ക്കാതെ അവിടെ ഒരു ഷീറ്റ് കൊണ്ടുള്ള ഒരു മേൽക്കൂര കൂടി ഈ സ്കൂൾ അധികൃതർ നിർമ്മിക്കുകയുണ്ടായി. അതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. കാരണം ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഷീറ്റിലേക്ക് ഇറങ്ങാം, അതിനുള്ള ഒരു ചെറിയ സൗകര്യം, അതായത് വളരെ ചെറിയ കൈവരികൾ മാത്രമേ അതുള്ളൂ. അങ്ങനെ അത്തരത്തിലാണ് ഈ കുട്ടി ഇറങ്ങിയതെന്നും കാൽ വഴുതിയപ്പോൾ കയറി പിടിച്ചത് ഈ ലൈൻ കമ്പിയിലാണ് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ നിർമ്മാണം തന്നെ, ഈ ഷീറ്റിന്റെ നിർമ്മാണം തന്നെ അനധികൃതമായിരുന്നു. അത് KSEBയെ അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കേണ്ടവർ ഇത് നിരീക്ഷിച്ചില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതാണല്ലോ പറഞ്ഞത്. നമുക്കിപ്പോൾ നമ്മളൊരു വീടുകളിൽ കണക്ഷൻ എടുത്താൽ പോലും അത് കേബിൾ വലിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്കൂളിൽ KCBയുടെ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പലപ്പോഴും രക്ഷകർത്താക്കളും PTA-യും അവിടുത്തെ പൊതുസമൂഹവും പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാത്തത് അവരുടെ ജോലി നിർവഹണത്തിലുണ്ടായ വീഴ്ചയാണെന്ന് തന്നെ പറയാം. ശരി, വളരെ നന്ദി. ശക്തമായിട്ട് തന്നെ പോകണം. ശരി, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടല്ലോ ശ്രീമതി രാജീവ് പ്രസാദ്. തീർച്ചയായിട്ടും
ഓക്കെ ഓക്കെ ശരി. രാജീവ് പ്രസാദാണ് നമ്മളോട് പ്രതികരിച്ചത്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റാണ്. മനോജിലേക്ക് പോകുന്നു. മനോജ്, നാട്ടുകാരും പ്രദേശവാസികളും അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത് ഈ വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്, ഇത് പലതവണ അധികൃതരെ അറിയിച്ചതാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ്. അതായത് നാട്ടുകാർ ഇത്തരത്തിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം, വളരെയധികം താഴ്ന്നാണ് ഈ വൈദ്യുത ലൈനുകൾ പോയിരിക്കുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാർ ഇത് നിർദ്ദേശം നൽകിയതാണ്, ഇത്തരത്തിൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളതിനെ പറ്റി. എന്നാൽ അതൊന്നും തന്നെ അധികൃതർ ചെവിക്കൊണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ KCBയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച. സ്കൂൾ കെട്ടിടമാണ്, അതോടൊപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു അപകട സാധ്യതയിൽ വൈദ്യുത ലൈനുകൾ ഉണ്ടെങ്കിൽ അത് KCBയുടെ കൂടെ ഉത്തരവാദിത്തമാണ്, കൃത്യമായും അത് നേരെ സ്ഥാപിക്കേണ്ടത്. എന്നാൽ അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെയാണ് അതിന്റെയൊക്കെ അനന്തരഫലമായി തന്നെയാണ് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നേരത്തെ MLA പ്രതികരിച്ചതുൾപ്പെടെ നമ്മൾ കേട്ടതാണ്. അതായത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാകുമെന്നാണ് MLA അടക്കം പറയുന്നത്. പക്ഷേ ഈ വീഴ്ച ഇതുവരെ അധികൃതർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിലൊക്കെ ഈ കുട്ടിക്ക് അബദ്ധം സംഭവിച്ചതാണ്, ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചു പോയ അപകടമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അതിൽ എന്താണ് സംഭവിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ വൈദ്യുത ലൈനുകൾ ഇങ്ങനെ താഴ്ന്നു കിടന്നത് കൊണ്ടാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയൊന്നും അധികൃതർ ആരും തന്നെ ഇതിനെ കൃത്യമായ രീതിയിലൊന്നും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ സൂചിപ്പിച്ചു, ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഇവർ നടപടി കൈക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളത്. എന്തായാലും നിരവധി വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു 8ാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതായത് ആ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് കുട്ടിക്ക് കയറാൻ സാധിച്ചു. അതായത് ഒരു ചെരുപ്പ് പോയപ്പോൾ തന്നെ കുട്ടിക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചു. കയറി മുകളിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റു കുട്ടികളും ഈ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരടക്കം വലിയ രോക്ഷത്തിലാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ചുമതലകളുള്ള ആളുകൾ ആരും തന്നെ കൃത്യമായ വിവരം ഇവർക്ക് നൽകിയില്ല എന്നുള്ളതാണ്. കുട്ടിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ മറ്റ് നാട്ടുകാരുമൊക്കെ ഇടപെട്ടിരുന്നു. എന്തായാലും ഈ ഒരു അപകട സാധ്യത നിലനിന്നിരുന്നിട്ട് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുവാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ സ്കൂളിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് സൂചിപ്പിച്ചിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ സ്കൂളുകളിൽ അപകടം സംഭവിച്ചിരുന്നു. അന്നും ഇത്തരത്തിലുള്ള അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലുള്ള ഈ സ്കൂളുകളിലൊക്കെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പരിശോധന നടത്തിയാൽ പോലും അതിൽ കൃത്യമായും ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ ഉന്നത ചുമതലപ്പെട്ട ആളുകൾ അതിൽ കൃത്യമായുള്ള നിരീക്ഷണം നടത്തണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളെയും കൃത്യമായും അധികൃതർ നിരീക്ഷിക്കണമെന്നുള്ളതാണ്. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വെറുതെ സംഭവിച്ച ഒരു അപകടമല്ല, കൃത്യമായും ഒരു അനാസ്ഥ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ വൈദ്യുതി ലൈൻ കിടക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അപകട ഭീഷണി ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ നടപടി കൈക്കൊള്ളാൻ, അത് എന്നും നേരിട്ട് കാണുന്ന അധികൃതർ അതിലൊരു നടപടി കൈക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ജനങ്ങളൊക്കെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഞങ്ങൾ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു അശ്രദ്ധ അല്ല, സൂചിപ്പിച്ചിരുന്നിട്ട് പോലും അതിലൊരു നടപടി ഉണ്ടായില്ല. അധികൃതരുടെ ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലം സംഭവിച്ചിട്ടുള്ള അപകടമാണ് എന്നത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനപ്രതിനിധികളടക്കം പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ അവരൊക്കെ തന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോഴും പറയുന്നത് തന്നെയാണ്. MLA അടക്കം പഠിച്ച സ്കൂളാണ്, ആ സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്.
എന്തായാലും കുട്ടിക്ക് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം എങ്ങനെയാണ് അവിടെ ഉണ്ടായതെന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ താഴ്ന്നു കിടക്കുന്ന വൈദ്യുത ലൈനുകൾ, അത്തരത്തിലുള്ള ആ വൈദ്യുതി ിലേക്ക് കുട്ടി സ്പർശിച്ചിട്ടുണ്ടാകാം. കാരണം ഈ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ കണക്കിനാണ് ആ ഒരു വൈദ്യുത ലൈനുകൾ ആ മേൽക്കൂരയ്ക്ക് സമീപത്ത് കൂടെ അതിനോട് ചേർന്നുകൊണ്ട് പോയിട്ടുള്ളത്. എന്തായാലും ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടപ്പോൾ ആ ചെരുപ്പെടുക്കുവാൻ പോയ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടമുണ്ടായി. അതിൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഷോക്കേൽക്കുന്ന സാഹചര്യം. ഇത് അവിടേക്ക് കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾക്കൊക്കെ തന്നെ വലിയ ഞെട്ടലാണ്. കാരണം ഈ സ്വന്തം കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ അനാസ്ഥ കാരണമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നുള്ളത് ഈ രക്ഷിതാക്കളെ വരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തങ്ങളുടെ കുട്ടികളുടെയും ഇതേപോലെ തന്നെ സ്കൂളിലേക്ക് വിടുന്നത് അവരുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ അപകട സാധ്യതയുള്ളത് തിരിച്ചറിഞ്ഞിട്ട് പോലും അവരെ ശ്രദ്ധിക്കാതെ പോയ ഈ അധികൃതരുടെ അവരെയൊക്കെ ഓർത്താണ് ഈ വലിയ പ്രതിഷേധം ഉയർന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അടക്കം. കാരണം തങ്ങളുടെ കുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അല്പസമയത്തിനകം തന്നെ എത്തും. അവിടെയുള്ള കൂടുതൽ ദൃശ്യങ്ങൾ കൂടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു അനാസ്ഥ ഉണ്ടായിരുന്നത് എന്നതിനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈ അധികൃതരുടെ വിശദീകരണവും ആവശ്യമാണ്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അവർ ഈ അബദ്ധത്തിൽ സംഭവിച്ചത് ആണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ കൂടെ അല്പസമയത്തിനകം ലഭിക്കും.